ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ഇവിടെ ഉയർന്ന വിമർശനത്തിനുള്ള മറുപടി, അതായത് ഈ വിദേശ സർവകലാശാലകൾ എന്ന് പറഞ്ഞ് വരാൻ പോകുന്നതെല്ലാം തട്ടിപ്പ് സംഘങ്ങളാണ് എന്ന്. വേണു, അതിനിടയ്ക്ക് നിങ്ങളുടെ വാദം മുഴുവൻ മൗഡിയുടെ തലയിലിടുമ്പോൾ ഇത് കോർപ്പറേറ്റ് താല്പര്യമാണ് എന്ന് വ്യാഖ്യാനം സംസാരിക്കുന്നത് ശരിയല്ല. ബി ജെ പിക്ക് ഒരു കൃത്യമായ ആദർശമുണ്ട്, ഏകാത്മമാനവ ദർശനം. ഞങ്ങളുടെ ശത്രുക്കളല്ല കോർപ്പറേറ്റുകൾ. ഇനി ഇവിടെ പ്രകാശമാഷ് പറഞ്ഞ മാതിരിയില്ലേ, 95കളല്ല സാർ 2023. നിങ്ങൾക്ക് 2023 തോന്നിയത് കോൺഗ്രസ്സുകാർക്ക് 2010 തോന്നി എന്ന് പറഞ്ഞാൽ അവർക്കും ബി ജെ പിക്കും തോന്നിയത് 10 20 കൊല്ലം കഴിഞ്ഞാലേ നിങ്ങൾക്ക് തോന്നൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലത്തിൻ്റെ ഒരുപാട് പുറകിലാണ് സഞ്ചരിക്കുന്നത്. ഇനി എൻ്റെ ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം ഉത്തരം സാർ ഞാൻ ചോദിക്കട്ടെ, IIT കാൺപൂരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയാണ്. അത് താങ്കൾ ഈ പറഞ്ഞ 25,000 രൂപയ്ക്ക് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണോ? കർണാടക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് 120 സർവകലാശാലകൾ, മെൽബൺ യൂണിവേഴ്സിറ്റി, അഡ്ലൈഡ് യൂണിവേഴ്സിറ്റി, നാഗസാക്കി യൂണിവേഴ്സിറ്റി, ഇത് ഈ പറഞ്ഞ നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളാണോ? ഹരിയാനയിലെ അശോക യൂണിവേഴ്സിറ്റി കാംബ്രിഡ്ജ് സർവകലാശാലയുമായിട്ടും ഈ യൂണിവേഴ്സിറ്റിയുമായും യെറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ടും യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുമായിട്ടും ധാരണാപത്രം ഒപ്പിട്ടവിടെ നടക്കുന്നുണ്ട്. ഇത് താങ്കൾ ഈ പറഞ്ഞതാണോ? ഒരു കാര്യം നമ്മളൊക്കെ കാര്യം ചെയ്യണം. കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെടും. നോക്കൂ, കേരളത്തിലെ 10ൽ 8 കുട്ടികളും വിദേശ പഠനത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചൽ യൂണിവേഴ്സിറ്റിയിലെ സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റിയിലെ വിഭാഗം നടത്തിയ പഠനം തെളിയിക്കുന്നത്. ഇന്ത്യയിൽ 55% ആളുകൾ പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ 85% കുട്ടികളും കേരളത്തിലെ ലോ ക്ലാസ് സർവകലാശാലകളിലെ നിലവാര തകർച്ചയും ടീച്ചിങ്ങിലുള്ള നിലവാരക്കുറച്ചയും ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ബലഹീനതയും കാരണം ഞങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഒന്നും കൂടി ഞാൻ ബാലകൃഷ്ണനോട് പറയും, ഭാരതം ഇന്നൊരു ഇൻ്റർനാഷണൽ എൻട്രി ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ കുട്ടികളും ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങളുടെ പഴയ വരട്ടുപാദത്തിലേക്ക് അഴിച്ചിടാൻ ആ കുട്ടികളെ കിട്ടില്ല. കാരണം ഇത് പഠനത്തിൻ്റെ അഭിപ്രായത്തിൽ പുറത്തു വന്നൊരു വസ്തുതയാണ്. അപ്പം നമ്മൾ എന്താണ് നായർ പറയുന്ന മാതിരി അല്ല സർ. 2010 നിങ്ങളൊക്കെ മോഡിയുടെ തലയിലിടുന്നുണ്ടല്ലോ. 2010 നിങ്ങളുടെ ഗവൺമെൻറ് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന പരാജയപ്പെട്ടു പോയ, ഭൂരിപക്ഷം കിട്ടാതെ പരാജയപ്പെട്ടു പോയ, എതിർപ്പിൻ്റെ പേര് പാസ്സാക്കാൻ പറ്റിയ നിയമം എന്തായിരുന്നു? നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം 95 തുടങ്ങിയ നയപരം എന്തായിരുന്നു? അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ആശയത്തിന്റെ വരട്ടുവാദത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ രാജ്യം രക്ഷിക്കാൻ സാധിക്കില്ല. ശരി, എനിക്ക് അവസാന അവസരം പ്രകാശൻ മാഷ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. ശരി ജയചന്ദ്രൻ മാഷേ.